മാത്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ആംഗിൾസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ് കോമ്പൗണ്ട് ആംഗിൾസ്? അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനേഷൻ ഒക്കെ ഞാൻ പറയാം. പക്ഷെ ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്നോ അതിലധികമോ ആംഗിൾസ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടോ കിട്ടുന്ന ആംഗിൾസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 75 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ, നമ്മൾ പഠിച്ച രണ്ട് ആംഗിൾസ്, സ്റ്റാൻഡേർഡ് ആംഗിൾസിൽ നമ്മൾ പഠിച്ച വാല്യൂസ് ആഡ് ചെയ്താൽ കിട്ടും. ഏതൊക്കെയാണ്? 45 ഡിഗ്രിയും 30 ഡിഗ്രിയും ആഡ് ചെയ്താൽ നമുക്ക് 75 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 75 ഡിഗ്രി എന്താണ്? ഒരു കോമ്പൗണ്ട് ആംഗിൾ ആണ്. അതുപോലെ 90 ഡിഗ്രിയും 30 ഡിഗ്രിയും ആഡ് ചെയ്താൽ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അത് 120 ഡിഗ്രി എന്താണ്? ഒരു കോമ്പൗണ്ട് ആംഗിൾ ആണ്. അതുപോലെ 90 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി കുറച്ച് എത്ര കിട്ടും? 45 ഡിഗ്രി തന്നെയാണ് കിട്ടുക. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ആംഗിൾസ് ആണ് കോമ്പൗണ്ട് ആംഗിൾസ്. ഇത് ന്യൂമറിക്കൽ വാല്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞാണ്. ഇപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ എ എന്നുള്ളത് ഒരു അക്യൂട്ട് ആംഗിൾ ആണ്, ക്യാപിറ്റൽ ബി എന്നുള്ളത് അനദർ അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തു, എ പ്ലസ് ബി, അതെന്താണ്? ഒരു കോമ്പൗണ്ട് ആംഗിൾ ആണ്. അതുപോലെ എയും ബിയും സിയും മൂന്ന് അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, അത് മൂന്നും ആഡ് ചെയ്തു, എ പ്ലസ് ബി പ്ലസ് സി, അതെന്താണ്? ഒരു കോമ്പൗണ്ട് ആംഗിൾ ആണ്. അതുപോലെ അത് എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആംഗിൾ, അത് എയും ബിയും അക്യൂട്ട് ആംഗിൾ ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ അതൊരു കോമ്പൗണ്ട് ആംഗിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ആംഗിൾ എന്താണെന്നൊക്കെ മനസ്സിലായി. ഞാൻ അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. പിന്നെ ഈ കോമ്പൗണ്ട് ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, സൈൻ എ പ്ലസ് ബി എന്താണ്, സൈൻ എ മൈനസ് ബി എന്താണ്, കോസ് എ പ്ലസ് ബി എന്താണ്, കോസ് എ മൈനസ് ബി എന്താണ്, ടാൻ എ പ്ലസ് ബി എന്താണ്, ടാൻ എ മൈനസ് ബി എന്താണ്, അതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ ഫോർമുലകളൊക്കെ കൃത്യമായിട്ട് ബൈഹാർട്ട് പഠിക്കുക. വേറൊരു ഷീറ്റിൽ എഴുതി വെച്ച് ബൈഹാർട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. നോട്ട്സ് റെഗുലറായി കൃത്യമായി എഴുതി പോവുക, അത് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും നോട്ടും പെന്നും പേപ്പറൊക്കെ വെച്ചിട്ട് മാത്രം ക്ലാസ് കണ്ടു തുടങ്ങുക. ഒരു തവണ പൂർണ്ണമായി കാണുക, അതിനുശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ആംഗിൾ എന്താണെന്നുള്ള ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്, മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്: an angle which is made up of sum or difference of two or more angles is called a compound angle. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്നോ അതിലധികമോ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴോ കിട്ടുന്ന ആംഗിൾസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ പ്ലസ് ബി, എ മൈനസ് ബി, എ പ്ലസ് ബി പ്ലസ് സി എക്സെട്ര. നമ്മൾ ആംഗിൾസ് ക്യാപിറ്റൽ ലെറ്ററുകൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ ന്യൂമറിക്കൽ വാല്യൂസിൽ നമ്മൾ എഴുതിയാണ് 45 പ്ലസ് 30. ആ 45 30 ആഡ് ചെയ്താൽ നമുക്ക് 75 ഡിഗ്രി ആണ് കിട്ടുക. അതുപോലെ 60 മൈനസ് 45, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ 15 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ 30 പ്ലസ് 20 പ്ലസ് 25 എക്സെട്ര. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാമ്പിൾസ് എഴുതാം. പക്ഷെ നമുക്ക് അധികം ഈ പ്രോബ്ലത്തിൽ, ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പ്രോബ്ലം ഉണ്ടാവുക നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിരിക്കും. അതായത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ഇത് യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ആംഗിൾ എന്തെന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ഈ കോമ്പൗണ്ട് ആംഗിൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫോർമുലകൾ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ആംഗിൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ടി ഫംഗ്ഷന്റെ അഡീഷൻ ഫോർമുല എഴുതുക എന്നുള്ള കൺസെപ്റ്റാണ്. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഈ ഒരു 3 ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷൻ ഫോർമുല വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ അത് ഉപയോഗിച്ചിട്ടുള്ള ഏത് പ്രോബ്ലംസും ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് ബി. നമ്മൾ 2 ആംഗിൾസ് ആണ് ഉപയോഗിക്കുന്നത്. 2 ആംഗിൾസുള്ള കോമ്പൗണ്ട് ആംഗിൾ, 3 എണ്ണം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്താണ്? അത് അഡീഷൻ ഫോർമുല എന്ന് പറയാൻ കാരണം അതിന് നടുക്കിൽ നമുക്ക് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അഡീഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, കോസ് എ സൈൻ ബി. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായി പഠിച്ചിരിക്കണം. എല്ലാവരുടെ ഇത് കൊണ്ടുപോയിട്ട് സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് എഴുതി വെക്കരുത്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് കോസ് എ പ്ലസ് ബി എന്താണ്, കോസ് എ പ്ലസ് ബി എന്താന്നുള്ളതാണ്. അപ്പൊ അതുപോലെ എഴുതി വെക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെക്കരുത്, കോസ് എ പ്ലസ് കോസ് ബി എന്നൊന്നും എഴുതി വെക്കരുത്. ഇത് ഫോർമുല വ്യക്തമായി പഠിക്കണം. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ് വരിക, മൈനസ് സൈൻ എ സൈൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാൻ എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി, 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. അപ്പൊ ഇത് ഓർക്കേണ്ട എങ്ങനെയാണ്, ടാൻ എ പ്ലസ് ബി, അതായത് അഡീഷൻ ഫോർമുല ആണ്, ടാൻ എ പ്ലസ് ബി ആണ് പറഞ്ഞതെങ്കിൽ ന്യൂമറേറ്ററിൽ പ്ലസ് ആയിരിക്കും, ഡിനോമിനേറ്ററിൽ മൈനസ് ആണ് വരുന്നത്, അത് ഓർത്തിരിക്കണം. ഇനി ഇതിന്റെ റിവേഴ്സ് ആണ് വരിക, ഇതിന്റെ ഡിഫറൻസ് വരുമ്പോൾ, അതായത് നമ്മൾ സബ്ട്രാക്ഷൻ ഫോർമുല എഴുതുമ്പോൾ എ മൈനസ് ബി ഇവിടെയൊക്കെ എ മൈനസ് ബി ആകുമ്പോഴുള്ള ഫോർമുലയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ സബ്ട്രാക്ഷൻ ഫോർമുല ആണ് എഴുതുന്നത്. അപ്പൊ സബ്ട്രാക്ഷൻ ഫോർമുല എഴുതുമ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് ഉപയോഗിച്ചിട്ടുള്ള സബ്ട്രാക്ഷൻ ഫോർമുലയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ അഡീഷൻ ഫോർമുല വ്യക്തമായിട്ട് 3 അറിയുന്നവർക്ക് സബ്ട്രാക്ഷൻ ഫോർമുല കമ്പയർ ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ എ മൈനസ് ബി എന്ന് വരും. നമ്മൾ അഡീഷൻ ഫോർമുല ചെയ്തപ്പോൾ എ പ്ലസ് ബി എന്നായിരുന്നു, എന്തായി മാറി എ മൈനസ് ബി എന്നായി. അപ്പൊ എന്താണ് അത് നേരത്തെ എഴുതി അതേപോലെ തന്നെയാണ് ഫോർമുല വരിക, സൈൻ എ കോസ് ബി. ഇവിടെ എന്താവും സൈൻ, നേരത്തെ പ്ലസ് ചെയ്തു അഡീഷൻ ഫോർമുല ചെയ്തപ്പോൾ, ഇവിടെ മൈനസ് എന്ത് വരും, കോസ് എ സൈൻ ബി, കോസ് എ സൈൻ ബി. സിമ്പിൾ അല്ലേ. ഇനി നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ മൈനസ് ബി ആണ്, കോസ് എ മൈനസ് ബി ആണ്. അപ്പൊ കോസ് എ പ്ലസ് ബി എഴുതിയപ്പോൾ നമ്മള് നടുക്കിലെ ചിഹ്നം എന്തായിരുന്നു, ഇവിടെ പ്ലസ് ആയപ്പോൾ ഇവിടെ മൈനസ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക, നമ്മൾ ഇത് എഴുതുമ്പോൾ കോസ് എ കോസ് ബി, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് സൈൻ എ സൈൻ ബി, സൈൻ എ സൈൻ ബി. ഓക്കെ, ഇനി ലാസ്റ്റ് 1 ടാൻ എ മൈനസ് ബി, ടാൻ എ മൈനസ് ബി. അപ്പൊ എങ്ങനെയായിരിക്കും വരിക, ടാൻ എ മൈനസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ മൈനസ് വന്നു, നേരത്തെ ഇവിടെ അഡീഷൻ ഫോർമുല ചെയ്തപ്പോൾ പ്ലസ് ആയപ്പോൾ ന്യൂമറേറ്ററിൽ പ്ലസ് ആയിരുന്നു വന്നത്, ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് നൗ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആയി മാറും, 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, നമ്മൾ അഡീഷൻ ഫോർമുല ചെയ്തപ്പോൾ ഇവിടെ പ്ലസ് ആയപ്പോൾ ന്യൂമറേറ്ററിൽ പ്ലസ് ആയിരുന്നു, താഴെ ഡിനോമിനേറ്ററിൽ മൈനസ് ആയിരുന്നു. ഇവിടെ മൈനസ് ആയപ്പോൾ ന്യൂമറേറ്ററിൽ മൈനസ് ആയി, ഡിനോമിനേറ്ററിൽ പ്ലസ് ആയി, അതാണ് വ്യത്യാസം. ഓക്കെ, ഇതാണ് നമ്മളെ സബ്ട്രാക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഈ അഡീഷൻ ഫോർമുലയും അതുപോലെ സബ്ട്രാക്ഷൻ ഫോർമുലയും വൃത്തിയായി പഠിച്ചു വെക്കുക. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10-15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പ്രോബ്ലംസ് സിമ്പിൾ ആണ്, അതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് cos A equal to 3/5, tan B equal to 5/12, A and B are acute angles, find the values of sin A plus B and cos A minus B. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എയും ബിയും അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂനകോണാണ്. അതായത് 0 ഡിഗ്രിന്റെയും 90 ഡിഗ്രിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾസ് ആണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ ആംഗിൾസ് ഏത് ക്വാഡ്രന്റിലായിരിക്കും വരിക, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. 0 മുതൽ 90 ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, അത് മനസ്സിലാക്കണം. അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്, അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, എയും ബിയും സെപ്പറേറ്റ് ആംഗിൾസ് ആണ്. അത് ചിലപ്പോൾ ഒന്ന് എ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവാം, ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആവാം, അത് നമുക്കറിയില്ല, രണ്ടും തുല്യമല്ല. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ കോസൈന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടാൻ ബിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമുക്ക് തന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്തൊക്കെ തന്നത്? ഗിവൺ കോസ് എ ഈക്വൽ ടു 3/5, അതുപോലെ ടാൻ ബി ഈക്വൽ ടു 5/2. എയും ബിയും ആക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ എ പ്ലസ് ബിയും കോസ് എ മൈനസ് ബി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോർമുല എഴുതി വെക്കുക. എന്താ സൈൻ എ പ്ലസ് ബി ഞാൻ പഠിപ്പിച്ചത്? ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഫോർമുല എഴുതി വെച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? കോസ് എ മൈനസ് ബി ആണ്. കോസ് എ മൈനസ് ബി പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചത്? കോസ് എ കോസ് ബി, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്ലസ് സൈൻ എ സൈൻ ബി. ഇത്രയും സിമ്പിൾ ആണ് കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? സൈൻ എന്റെ വാല്യൂ വേണം, കോസ് ബിന്റെ വാല്യൂ വേണം, അതേമാതിരി കോസ് എ വേണം, സൈൻ ബി വേണം. ഈ 4 വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഈ 2 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലും, അതായത് സൈൻ എ പ്ലസ് ബി കണ്ടുപിടിക്കണമെങ്കിലും കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? കോസ് എ മാത്രമേ ഉള്ളൂ, നമുക്ക് സൈൻ എ ഇല്ല, അതുപോലെ കോസ് ബി ഇല്ല, സൈൻ ബി ഇല്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോസ് എ ഉപയോഗിച്ച് നമ്മൾ സൈൻ എ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിത്രം വരച്ചിട്ട് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ കോൺട്രന്റ് വെച്ചു. ഇത് ഏത് കോൺട്രന്റാ? ഫസ്റ്റ് കോൺട്രന്റ്, ഇത് സെക്കൻഡ് കോൺട്രന്റ്, തേർഡ് കോൺട്രന്റ്, ഇത് ഫോർത്ത് കോൺട്രന്റ്. അപ്പൊ ഏത് കോൺട്രന്റിലാണ് നമ്മൾ ആംഗിൾ ഉണ്ടാവുക? കോസ് എ ടാൻ ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. കാരണം എയും ബി എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ട്രയാംഗിൾ വരയ്ക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ഒന്ന് വര വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും പെർപെൻഡിക്കുലർ എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? എക്സ് ആക്സിസിന്റെ മുകളിലാണ്, എക്സ് ആക്സിസിന്റെ മുകളിൽ. ഓക്കെ, നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുന്നു, ഒ എ ബി. ഒ എ ബി സോറി, പേര് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ തന്നത് എന്താണ്? കോസ് എ എന്നാണ് തന്നത്. കോസ് എ എന്നാണ് തന്നത്. കോസ് തീറ്റ എന്നാണെങ്കിൽ നമുക്ക് ആംഗിൾ നമ്മൾ എടുക്കണം, തീറ്റ ഒക്കെ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ എടുക്കണം? എ എന്ന് എടുക്കണം. ഈ ആംഗിൾ ആണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അക്യൂട്ട് ആംഗിൾ ആണ് നമ്മൾ ഇവിടെ ആംഗിൾ ആയിട്ട് എടുക്കേണ്ടത്. കാരണം എയും ബിയും അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ എടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു അക്യൂട്ട് ആംഗിൾ. ഇത് കൊണ്ടുപോയി എടുക്കരുത്, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ എ എന്ന് എടുത്തു, ബി എന്ന് എടുത്തു, ഇവിടെ സി എന്ന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. അപ്പൊ ഇത് ഡയഗ്രാം 1 ആണ് കേട്ടോ. ഇത് ഒന്നാമത്തെ പിക്ചറാണ്. ഡയഗ്രാം 1 എഴുതിയാൽ മതി. ഡയഗ്രാം 1. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കോസ് എ 3/5 ആണ് തന്നത്. അപ്പൊ കോസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? സമീപവശം ബൈ കർണം. സമീപവശം ബൈ കർണം, അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതിൽ അഡ്ജസന്റ് സൈഡ് ഏതാ? എ ബി. ഇതാണ് അഡ്ജസന്റ് സൈഡ്. എ ആണ് നമ്മൾ ആംഗിൾ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്? 3 എന്ന് വരുന്നത്. ഹൈപ്പോട്ടനസ് ഏതാണ്? ഇതാണ് ഹൈപ്പോട്ടനസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അതാണ് എന്ത്? 5. അപ്പൊ നമുക്ക് ഇവിടെ ബി സി എന്ന് പറഞ്ഞ സൈഡ് കണ്ടുപിടിക്കണം. ബി സി എന്ന് പറഞ്ഞ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ ബൈ പൈതഗോറസ് തിയറം, ബൈ പൈതഗോറിയൻ തിയറം, ബൈ പൈതഗോറിയൻ തിയറം നമുക്ക് എന്താ എഴുതാം? നമ്മൾ എന്താ പഠിച്ചത്? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താ? എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്ത്. അപ്പൊ ഇതില് എ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 5 ആണ്. അപ്പൊ ഇത് 5 സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 സ്ക്വയർ പ്ലസ് ബി സി നമുക്കറിയില്ല, അപ്പൊ ബി സി സ്ക്വയർ ചെയ്യും. അപ്പൊ ഇത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഈക്വൽ ടു 9 പ്ലസ് ബി സി സ്ക്വയർ. അപ്പൊ ഇത് 9 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 25 മൈനസ് 9 ഈക്വൽ ടു ബി സി സ്ക്വയർ. അതായത് ഇത് കുറച്ച് കഴിഞ്ഞാൽ 16 ഈക്വൽ ടു ബി സി സ്ക്വയർ. അപ്പൊ ബി സി ഈക്വൽ ടു റൂട്ട് 16, ദാറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. പ്ലസ് ഓർ മൈനസ്
4 എന്ന് കിട്ടും. ഇനി ഇതിൽ ഏത് 4 നമ്മൾ എടുക്കുക? അപ്പൊ ഇവിടെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ y ആക്സിസ് ആണ്. y ആക്സിസിൽ ഇവിടെ എന്താണ് പോസിറ്റീവ് ആയിരിക്കും മുകളിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് 4 എടുക്കേണ്ടത്? പോസിറ്റീവ് ആണ് എടുക്കേണ്ടത്. BC = 4. അതിന് കാരണം എന്താണ്? നമ്മളെ A എന്ന് പറയുന്ന ആംഗിൾ acute ആംഗിൾ ആണ്. സിൻസ് A is acute. സിൻസ് A is acute. acute ആംഗിൾ ആയതുകൊണ്ടാണ് നമ്മളത് 4 എന്ന് എടുക്കാൻ കാരണം. acute ആംഗിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ കിട്ടാൻ കാരണം. ഇവിടെ y ആക്സിസ് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് BC കിട്ടിയാൽ ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ cos A ഉണ്ട്. നമുക്ക് ഉടനെ നമുക്ക് വേണ്ടത് എന്താണ്? sin A ആണ് വേണ്ടത്. അപ്പോൾ sin A ന്റെ വാല്യൂ എഴുതാം. sin A = നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് sin A cos B cos A sin B അത് മാത്രം മതി. ബാക്കി ടാനോ കോട്ടോ കൊസിക്കോ ഒന്നും ആവശ്യമില്ല. അതൊന്നും കണ്ടുപിടിച്ച സമയം കളയണ്ട. അപ്പൊ sin A എന്ന് പറഞ്ഞാൽ എന്താണ്? sin A എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിപ്പിച്ചത്? sin θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഈ ചിത്രത്തില് A യുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ AC ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 4/5 അപ്പൊ sin A കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മള് ഈ ഡയഗ്രം ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇവിടെ ആംഗിൾ എയുടെ അതായത് cos A എന്ന് പറയുന്ന ആംഗിൾ A ആണ്. അത് വെച്ചിട്ടുള്ള ഡയഗ്രാം വരച്ചത്. ഇനി നമുക്ക് തന്നത് tan B ആണ്. അപ്പൊ ആംഗിൾ മാറി, ആംഗിൾ B ആയി മാറി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡയഗ്രാം വരയ്ക്കണം. നെക്സ്റ്റ് ഡയഗ്രാം വരച്ചു. B എന്താ പറഞ്ഞത്? acute ആംഗിൾ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇത് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ വരച്ചു. അപ്പൊ ഇവിടെ acute ആംഗിൾ ഞാൻ എടുത്തു. അവിടെ എന്ത് മാർക്ക് ചെയ്യണം? B എന്ന് മാർക്ക് ചെയ്യണം. കാരണം tan B എന്നാണ് തന്നത്. അപ്പൊ ഇവിടെ B എന്ന് എടുത്തു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ A എടുത്തു, അല്ലെങ്കിൽ ഇവിടെ A എന്ന് എടുത്തു, ഇവിടെ C എടുത്തു. ഓക്കെ, ഇവിടെ സിയിലാണ് 90 ഡിഗ്രി വരും. അപ്പൊ tan B ആണ് തന്നത്. tan എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിപ്പിച്ചത്? അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. tan എന്ന് പറഞ്ഞാൽ sin θ ബൈ cos θ ആണ് tan θ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് tan θ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അവിടെ പഠിപ്പിച്ചു തന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. tan θ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആണ് 5 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ B യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. അപ്പൊ ഇവിടെ 5. ഇനി അഡ്ജസന്റ് സൈഡ് ആണ് 12. അപ്പൊ ഇവിടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് അഡ്ജസന്റ് ആണല്ലോ വിചാരിക്കരുത്. അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. അത് ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് AB കണ്ടുപിടിക്കണം. അതായത് അതിന്റെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പൈതഗോറിയൻ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ബൈ പൈതഗോറിയൻ തിയറം എന്ത് എഴുതാം? AB² = BC² + AC². അപ്പൊ ഇതിന്റെ അകത്ത് AB² ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AB² = BC എന്ന് പറഞ്ഞാൽ എന്താണ്? 12. അപ്പൊ 12² പ്ലസ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 5². അപ്പൊ AB² = 12² എന്ന് പറഞ്ഞാൽ 144. അതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം അറിയില്ലെങ്കിൽ. പ്ലസ് 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AB² = 169 എന്ന്. അപ്പൊ AB² ആണ് എന്ത് കിട്ടിയത്? 169. നമുക്ക് AB കണ്ടുപിടിക്കണം. അപ്പൊ AB = √169. അപ്പൊ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ±13. ഇനി ഇതിൽ ഏത് വാല്യൂ നമ്മൾ എടുക്കുക? AB = പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. 13 ആണ് എടുക്കുക. അതിനുള്ള കാരണം എന്താണ്? ഹൈപ്പോട്ടനസ് ആണ്. AB എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് ഏത് ക്വാഡ്രന്റിലാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ഹൈപ്പോട്ടനസ് ഏത് ക്വാഡ്രന്റിലാണെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് 13 ആണെന്ന് കിട്ടി. ഇനി AB കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് വേണ്ട വാല്യൂ കണ്ടുപിടിക്കാം. വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് B വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കണം? sin B കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ sin B എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AC ബൈ ഹൈപ്പോട്ടനസ് ഏതാണ്? AB. നമുക്ക് എത്ര കിട്ടും? 5/13. സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? cos B ആണ്. അപ്പൊ cos B എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? BC.
ബി സി ബൈ ഹൈപ്പോട്ടനസ് എ ബി. അപ്പൊ എത്ര കിട്ടും? 12/13. അപ്പൊ നമുക്ക് സൈൻ ബിയും കിട്ടി, കോസ് ബിയും കിട്ടി, സൈൻ എ കിട്ടി, കോസ് എ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ വാല്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സൈൻ എ പ്ലസ് ബി ആണ് കാണുന്നത്. സൈൻ എ പ്ലസ് ബി ഫോർമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, വീണ്ടും എഴുതണ്ട. എന്താണ്? സൈൻ എ കോസ് ബി. അപ്പൊ എന്താ? സൈൻ എ 4/5 ഇൻറ്റു കോസ് ബി. കോസ് ബി എന്താണ് കിട്ടിയത്? 12/13 പ്ലസ് ഇനി അടുത്ത എന്താ? കോസ് എ സൈൻ ബി ആണ്. അപ്പൊ കോസ് എ എത്ര? 3/5. 3/5 ഇൻറ്റു സൈൻ ബി. സൈൻ ബി എന്താ കിട്ടിയത്? സൈൻ ബി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 5/13. 5/13. അങ്ങനെ ഇത് ഇൻറ്റു ചെയ്യുക. 4 × 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48. 48/5 × 30 എന്ന് പറഞ്ഞാൽ 65 കിട്ടി. പ്ലസ് 3 × 5 എന്ന് പറഞ്ഞാൽ 15 കിട്ടി. ഡിവൈഡഡ് ബൈ 5 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 65 കിട്ടി. അപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്. എങ്ങനെയാണ് ആഡ് ചെയ്യുക? ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക. 48 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 65. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 58. 58ലേക്ക് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 63. അതായത് 63/65. സിമ്പിൾ അല്ലേ? ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ആഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ കണ്ടത്? അടുത്തത് നമുക്ക് cos a minus b ആണ് കണ്ടത്. അപ്പൊ cos a minus b equal to cos a cos b എന്നാണ്. അപ്പൊ എന്താണ് cos a? 3/5. cos a എന്ന് പറഞ്ഞാൽ 3/5 ഇൻറ്റു cos b എന്താണ്? cos b നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 12/13. ഇനി പ്ലസ് ഇനി എന്താ? sin a sin b. sin a നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 4/5 ഇൻറ്റു sin b എന്താണ്? sin b എന്ന് പറഞ്ഞാൽ 5/13. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇനി 3 × 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 36/5 × 30 എന്ന് പറഞ്ഞാൽ 65. പ്ലസ് 4 × 5 ന്യൂമറേറ്ററിൽ 4 × 5 എന്നാണ്. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 5 × 30 65. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 36 പ്ലസ് 20. അത് രണ്ടും ആഡ് ചെയ്യുക, കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്താൽ 56/65. അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ എല്ലാവരും നന്നായി എഴുതി പഠിക്കുക. ഇത് ചെയ്ത് അത്ര ഈസി ആയി തോന്നൂല. നിങ്ങൾ സ്വന്തമായി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പല സ്ഥലത്തും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വന്തമായി എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. If tan a equal to 3/4, tan b equal to 5/12, a and b are acute angles, find tan a minus b. ഓക്കെ, അപ്പൊ ഇവിടെ എയും ബി അക്യൂട്ട് ആംഗിൾ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. മനസ്സിലായി? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഗിവൺ tan a തന്നിട്ടുണ്ട്. എത്രയാണ്? 3/4 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ tan b നമുക്ക് 5/12 ആണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മതി എന്ത് കണ്ടുപിടിക്കാൻ? tan a minus b കണ്ടുപിടിക്കണം. ഇത് രണ്ട് കാര്യങ്ങൾ മതി. അപ്പൊ നമ്മൾ tan a minus b ന്റെ ഫോർമുല ചെയ്ത് എന്താ? tan a minus b tan a minus b equal to tan a minus tan b whole divided by ഇവിടെ ന്യൂമറേറ്ററിൽ മൈനസ് ആയിരിക്കും, ഡിനോമിനേറ്ററിൽ 1 plus tan a into tan b. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു അപ്പൊ tan a എത്ര വന്നിട്ടുണ്ട്? 3/4 മൈനസ് tan b എത്ര വന്നിട്ടുണ്ട്? 5/12 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3/4 ഇൻറ്റു 5/12. ഇനി ഇത് ചെറുതാക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ അറിയണം. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യാനാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 × 12 എന്ന് പറഞ്ഞാൽ 36 മൈനസ് 4 × 5 20 ഡിവൈഡഡ് ബൈ 4 × 12 എന്ന് പറഞ്ഞാൽ 48 ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ആദ്യം ചെയ്യേണ്ട ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യാണ്. ആദ്യം കൊണ്ട് ആഡ് ചെയ്ത് വെക്കരുത്. അപ്പൊ 1 പ്ലസ് 3 × 5 15 divided by 4 × 12 48. Okay, that's equal to 36 എന്ന് 20 കുറച്ചാൽ 16 കിട്ടും. 16/48 divided by 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം 1/1 ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 1 × 48 48 പ്ലസ്
ഡിനോമിനേറ്ററിലും 1 ഉണ്ടാവും 1ന്റെ. അപ്പോൾ 1 into 15 15 divided by 1 into 48 48. Okay, that's equal to 16 by 48 divided by ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ 48ലേക്ക് 15 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 10 ആഡ് ചെയ്താൽ 58, again 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 63 by 48. അപ്പോൾ ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു? ഇവിടെ ഉള്ള ഈ 48ഉം ഇവിടെ ഉള്ള 48 ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 16 by 63. സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ tan a minus b ക്ക് വരെ എന്ത് ചോദിക്കാം? tan a plus b ചോദിക്കാം. അതാണ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാണെന്ന് നോക്കാം. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് ഇത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കോണ്ടന്റ് ഒക്കെ വരച്ച് വേണമെങ്കിൽ വെരി ലെങ്തി പ്രോബ്ലം ആയിട്ട് ഇത് ചെയ്യാം. പക്ഷെ ഇത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടും അതായത് കുറഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് എങ്ങനെ കുറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 2 ട്രയാങ്കിളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം നമുക്ക് എക്സാമിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: if tan a equal to 2 tan b equal to 1 a and b are acute angles. acute എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്, മനസ്സിലാക്കണം. find the values of tan a minus b and cos a minus b. അപ്പോൾ tan a minus b കണ്ടുപിടിക്കണം, cos a minus b കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? given tan a തന്നിട്ടുണ്ട് 2 ആണ് തന്നിട്ടുണ്ട്, അതുപോലെ tan b തന്നിട്ടുണ്ട്, അത് 1 ആണ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും അറിയാൻ നമുക്ക് ഉടനെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? tan a minus b കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അഡീഷൻ ഫോർമുലയും സബ്ട്രാക്ഷൻ ഫോർമുലയും ബയോട്ട് പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ tan a minus b എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഫോർമുല? tan a minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർമുല? tan a minus tan b whole divided by 1 plus tan a into tan b. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? tan a minus b എന്താ കണ്ടുപിടിക്കാം? അപ്പോൾ tan a minus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan a എന്ന് പറഞ്ഞാൽ 2 ആണ്, മൈനസ് tan b എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 into 1. ദാറ്റ്സ് ഈക്വൽ ടു 2 നിന്ന് പോയാൽ 1 ഡിവൈഡഡ് ബൈ, ഇവിടെ ആരും പോയി ആദ്യം ആഡ് ചെയ്ത് വെക്കരുത്, നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 പ്ലസ് 2 into 1 എന്ന് പറഞ്ഞാൽ 2. ദാറ്റ്സ് ഈക്വൽ ടു 1/3. ഇനി ആദ്യം ഇത് കൊണ്ടേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഈ നമ്പറിൽ ചിലപ്പോൾ ശരിയാവാം, പക്ഷെ വേറെ നമ്പറൊക്കെ വരുമ്പോൾ തെറ്റാവും. അപ്പോൾ ഇത് 1/3 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? tan a minus b ന്റെ വാല്യൂ കിട്ടി. ഇനി tan a minus b നമുക്ക് അറിയെങ്കിൽ ഉടനെ നമുക്ക് cos a minus b ഈ ട്രയാങ്കിൾ ഒന്നും വരയ്ക്കാണ്ട് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. അതിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് കുറച്ച് ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള ആ ഫോർമുല ഓർമ്മ ഉണ്ടാവും. നമ്മൾ എല്ലാ ഫോർമുലയും കണക്റ്റഡ് ആയിട്ട് ഓർമ്മ ഉണ്ടാവണം. അതാണ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മാത്സ് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ട്രിക്ക് എന്ന് പറയുന്നത് അത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഷീറ്റ് എടുക്കുക, ആദ്യം മുതലുള്ള ചാപ്റ്ററിലെ ഫോർമുല 1 by 1 ആയി എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്തത് അത് വായിച്ചു നോക്കുക, എഴുതി നോക്കുക. അതൊക്കെയാണ് അത് പഠിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഉടനെ അതിലുള്ള ബേസിക് ഫോർമുലയിലേക്ക് നമ്മൾ പോകുന്നു. ബേസിക് ഫോർമുല എന്ന് പറയുന്നത് 1 plus tan square theta equal to 6 square theta എന്നാണ്. ഇത് നമ്മൾ പഠിച്ച ഫോർമുല 1 plus tan square theta equal to 6 square theta എന്നാണ്. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഞാൻ 1 plus tan square theta എന്ന് പറഞ്ഞ ആംഗിളിന് പകരം a minus b എന്നുള്ള ആംഗിൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ a minus b ആയി, ആംഗിൾ തീറ്റയ്ക്ക് പകരം a minus b എന്ന്. അപ്പോൾ അത് ഈക്വൽ ടു 6 സ്ക്വയർ, ഇവിടെ തീറ്റ മാറ്റിയിട്ട് എന്താക്കണം? a minus b എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് tan a minus b ഇവിടെ കിട്ടിയിട്ടുണ്ട് 1/3 ആണെന്ന്. അപ്പൊ ആ വാല്യൂ ഉപയോഗിച്ച് 6 square a minus b നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? 1 plus tan a minus b എന്നാൽ 1/3 ആണ്. പക്ഷെ ഇവിടെ tan square a minus b ഉണ്ട്, അതുകൊണ്ട് അതിന് സ്ക്വയർ ചെയ്തു. അത് ഈക്വൽ ടു ആയിരിക്കും എന്ത്? 6 square a minus b എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 1 plus ഇത് സ്ക്വയർ ചെയ്താൽ 1 ന്റെ സ്ക്വയർ 1 തന്നെ, 3 ന്റെ സ്ക്വയർ 9 വരും, ഈക്വൽ ടു 6 സ്ക്വയർ a minus b എന്ന് കിട്ടി. 6 സ്ക്വയർ a minus b. ഈ 1 ന്റെ ചുവടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും, അത് അറിഞ്ഞിരിക്കണം. 1 ന്റെ ചുവടെ 1 ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 1 into 9 9 പ്ലസ് 1 ന്റെ ചുവടെ 1 ഉണ്ടാവും. അപ്പോൾ 1 into 1 1 ഡിവൈഡഡ് ബൈ ചുവടെ 1 ഉണ്ടാവും. അപ്പോൾ 1 into 9 9 ഈക്വൽ ടു 6 സ്ക്വയർ a minus b എന്ന് കിട്ടി. 6 സ്ക്വയർ a minus b. ഓക്കെ, അതായത് 9 plus 1 ആണ് 10 10/9, അതാണ് എന്ത്? 6 സ്ക്വയർ
എ മൈനസ് ബി. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ സീക്ക് എ മൈനസ് ബി കാണണം. എന്തിനാണ് നമ്മൾ സീക്ക് എ മൈനസ് ബി കാണുന്നത്? സീക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായി? കോസായി. കോസിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സീക്ക്. അതുപോലെ സീക്കിനെ തിരിച്ചിടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? കോസ്. ആ ട്രിക്കാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് സീക്ക് സ്ക്വയർ എ മൈനസ് ബി ആണ് കിട്ടിയത്. അപ്പൊ സീക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 10/9. അപ്പൊ 10ന്റെ റൂട്ട് നമുക്ക് എടുക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 10/3. 9ന്റെ റൂട്ട് 3 ആണ്. ഇപ്പൊ രണ്ട് വാല്യൂ കിട്ടി. അപ്പൊ അതിൽ ഏത് വാല്യൂ നമ്മൾ ഉപയോഗിക്കുക? അത് അറിയണമെങ്കിൽ നമുക്ക് ബേസിക് കാര്യം വായിച്ചു കഴിഞ്ഞാൽ നന്നായി മനസ്സിലാക്കാൻ പറ്റണം. എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പൊ രണ്ട് അക്യൂട്ട് ആംഗിളിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും അത് എന്തിനായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും വരിക. ഇപ്പൊ 30ഉം 60ഉം 60 മൈനസ് 30 ചെയ്താലേ 30 തന്നെ കിട്ടുന്നത്. അത് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയാണ് വരിക. അപ്പൊ അതുപോലെ എന്റെയും ബിയും അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആയതുകൊണ്ട് സീക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വാല്യൂ എടുക്കുക? റൂട്ട് 10/3 പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുക. റൂട്ട് 10/3. ഓക്കെ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സീക്ക് ആണോ? അല്ല, കോസ് എ മൈനസ് ബി ആണ്. അപ്പൊ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കിട്ടിയ സീക്കിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നതാണ് 1 സീക്ക് എ മൈനസ് ബി. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക പറഞ്ഞാൽ 1 റൂട്ട് 10/3. അപ്പൊ 3 മുകളിലേക്ക് വരും, 10 താഴെ വരും. അപ്പൊ 3 റൂട്ട് 10. 3 റൂട്ട് 10. കോസ് എ മൈനസ് ബി എന്നാൽ 3 റൂട്ട് 10. അപ്പൊ ഇത്രയും ചുരുങ്ങിയ സ്റ്റെപ്പിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഈ ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. 1 + tan സ്ക്വയർ തീറ്റ = c സ്ക്വയർ തീറ്റ ആണ് എന്നുള്ള തീറ്റനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എ മൈനസ് ബി എന്നുള്ള ആംഗിൾ കൊടുത്തു. ആ ഒരു ലോജിക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ്, എയും ബിയും അക്യൂട്ട് ആംഗിൾ ആണ്, ഓർമ്മ ഫസ്റ്റ് ക്വാഡ്രന്റ്, where tan A = 1/2, tan B = 1/3, show that a plus b = pi/4 റേഡിയൻ. pi/4 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് അത് അറിയണം. അത് അറിഞ്ഞില്ലെങ്കിൽ പോയി നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നും. അപ്പൊ അവിടെ pi/4 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. pi/4 റേഡിയൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? tan A യും tan B യും തന്നിട്ടുണ്ട്. നമ്മളോട് a plus b = 45 ഡിഗ്രി ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. a plus b = 45 ഡിഗ്രി ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്ന കാര്യം ആദ്യം ചെയ്യാം. എന്താ തന്നത്? given tan A = 1/2 തന്നിട്ടുണ്ട്. അതുപോലെ tan B = 1/3 തന്നു. ഓക്കെ, ഇത് നമ്മൾ അവിടെ എഴുതി. ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? we want to prove a plus b = pi/4 റേഡിയൻ ദാറ്റ്സ് = 45 ഡിഗ്രി. ഇതാണ് തെളിയിക്കേണ്ടത്. അപ്പൊ 45 ഡിഗ്രി ആണ് തെളിയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് അറിയാം. tan 45 എത്രയാണ്? tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ടാനിന്റെ അവിടെ ആംഗിൾ 45 ഡിഗ്രി വരുമ്പോഴാണ് നമുക്ക് ഉത്തരം എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് നോക്കുക. tan A plus b കണ്ടു നോക്കുക. tan A plus b കാണുമ്പോൾ അതിന്റെ വാല്യൂ 1 ആണോ കിട്ടുന്നത് നോക്കുക. tan A plus b ന്റെ വാല്യൂ 1 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? a plus b = 45 ഡിഗ്രി ആണ് മനസ്സിലാക്കാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചിലപ്പോൾ വേറെ വിധത്തിൽ ചോദിക്കും. ഇതേമാതിരി tan A യും tan B ഒക്കെ വാല്യൂസ് തരും. ഷോ ദാറ്റ് a minus b = 45 ഡിഗ്രി എന്ന് പറയും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് tan A minus b ന്റെ ഫോർമുല എടുത്ത് ചെയ്യുക. ഉത്തരം എന്ത് കിട്ടുന്നുണ്ടോ നോക്കണം. 1 ആണോ കിട്ടുന്നത് നോക്കണം. അതാണ് അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ tan A plus b ആണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് a plus b 45 ഡിഗ്രി എന്നാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ടാണ് tan A plus b എന്നുള്ള ഫോർമുല തന്നെ എടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം tan A plus b = എന്താ? tan A plus b tan A plus tan B all divided by 1 minus tan A into tan B. അപ്പൊ നമുക്കറിയാം. ഓക്കെ. ഇനി ഇത് ഈക്വൽ ടു tan A എത്രയാണ്? 1/2. അപ്പൊ 1/2 പ്ലസ് tan B എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 all divided by 1 minus 1/2 into 1/3. That's equal to the cross multiplier. 1 into 3 3 plus 2 into 1 അല്ലെങ്കിൽ 1 into 2 2 എന്ന് കിട്ടി. divided by 2 into 3 6 all divided by 1 minus
ആദ്യം ഇൻറ്റു ആണ് ചെയ്തു. 1 into 1 1 divided by 2 into 3 6. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് ഈക്വൽ ടു, നമുക്ക് ഈക്വൽ ടു പറയുമ്പോൾ ഈ സൈഡിൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ tan a plus b ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. tan a plus b ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ 3ഉം 2 ആഡ് ചെയ്തു 5 by 6 ഹോൾ ഡിവൈഡഡ് ബൈ, 1 പറഞ്ഞാൽ 1 by 1 ആണ്, അത് ഓർമ്മ വേണം. ക്രോസ് മൾട്ടിപ്ലൈ 1 into 6 മൈനസ് ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും, 1 into 1 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1ഉം 6 ഇൻറ്റു ചെയ്യുക, 1 into 6 6. ദാറ്റ്സ് ഈക്വൽ ടു 5 by 6 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 5 by 6. 5 by 6 നെ 5 by 6 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അതേപോലെ 5 by 6 നെ 5 by 6 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് 1 കിട്ടി. അപ്പോൾ എന്താണ് 1 കിട്ടിയത്? tan a plus b equal to 1 കിട്ടി. tan a plus b equal to 1 കിട്ടി. അപ്പോൾ എപ്പോഴാണ് tan ന്റെ വാല്യൂ 1 കിട്ടുക? a plus b ന്റെ വാല്യൂ 45 ഡിഗ്രി ആവുമ്പോൾ. അതാണ് അതിന്റെ ലോജിക്. നമ്മൾ ആ ടേബിൾ വാല്യൂ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ചെയ്യാം. ഇതിന് tan മാത്രം കൊണ്ട് കൊണ്ടുപോകുക. അപ്പോൾ a plus b equal to tan ഇൻവേഴ്സ്, ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അടുത്ത വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ tan ഇൻവേഴ്സ്, sin ഇൻവേഴ്സ്, cos ഇൻവേഴ്സ് അങ്ങനെയാണ് പറയുക. അപ്പോൾ tan ഇൻവേഴ്സ് 1. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം. കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യാം? tan എന്നുള്ള സ്വിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും, അതിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് tan എന്നുള്ള സ്വിച്ച് കൊടുക്കുക. അപ്പോൾ tan ഇൻവേഴ്സ് എന്ന് വരും. tan ഇൻവേഴ്സ് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a plus b equal to 45 ഡിഗ്രി എന്ന് കിട്ടും. 45 ഡിഗ്രി. ആ 45 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്ത്? pi by 4 റേഡിയൻ എന്ന് പറയുന്നത്. pi by 4 റേഡിയൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. tan a യും tan b യും തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് a plus b equal to pi by 4 റേഡിയൻ എന്നാണ്. അത് നമ്മൾ തെളിയിച്ചു. സിമ്പിൾ ആണ് കാര്യം. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. വളരെ ട്രിക്കി ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: find the values of tan 75 without using tables and show that tan 75 plus cot 75 equal to 4. അപ്പോൾ നമ്മളോട് പറഞ്ഞ tan 75 ന്റെ വാല്യൂ വിതൗട്ട് യൂസിങ് ടേബിൾ എന്നാണ് പറഞ്ഞത്. ആ ടേബിൾ എന്ന് പറഞ്ഞാൽ ക്ലാക്സ് ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കരുതെന്നാണ്. അല്ലാതെ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ ടേബിൾ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളോട് അത് കണ്ടുപിടിച്ച ശേഷം, tan 75 കണ്ടുപിടിച്ച ശേഷം tan 75 plus cot 75 4 ആണെന്ന് തെളിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായ tan 75 നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് കോമ്പൗണ്ട് ആംഗിൾ. അപ്പോൾ ഇവിടെ tan 75 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് 75 കിട്ടുന്നത് നോക്കുക. ഏതൊക്കെയാ? tan 45 plus 30 അത് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? tan 75 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് tan 75 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യം തന്നെ tan 75 equal to നമുക്ക് എങ്ങനെ എഴുതാം? tan 45 plus 30 ആണ്. നമ്മുടെ കോമ്പൗണ്ട് ആംഗിൾസിന്റെ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ഫോർമുലയായി? tan a plus b. 45 എന്നുള്ള a ആണ് വിചാരിക്കുക, 30 എന്നുള്ള b ആണ് വിചാരിക്കുക. അപ്പോൾ tan a plus tan b. എന്താ tan a plus tan b? tan a plus tan b, അതായത് tan a എന്ന് പറയുമ്പോൾ 45 plus tan b എന്ന് പറഞ്ഞാൽ tan 30 all divided by 1 minus tan a tan b. അപ്പോൾ tan a എന്ന് പറയുമ്പോൾ tan 45 into tan b എന്ന് പറഞ്ഞാൽ 30. ഓക്കെ, നമ്മൾ tan a plus b എന്നുള്ള ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്തത്. ഇനി tan 45 എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ അറിയാം, 1 ആണ്. പ്ലസ് tan 30 എത്രയാണ്? അത് അറിയണം, ടേബിൾ വാല്യൂ നന്നായി അറിയണം. 1 by √3 1 by √3 all divided by 1 minus 1 into 1 by √3. Okay, that's equal to the cross multiply. 1 ന്റെ ചോടെ 1 ഉണ്ടാവും, ആ ട്രിക്കാണ് ഉപയോഗിക്കേണ്ടത്. 1 into √3 plus ഡിനോമിനേറ്ററിലെ 1 into 1 divided by 1 into √3 all divided by ഇവിടെ into എന്നുള്ള ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 1 minus 1 by √3. Okay, that's equal to √3 plus 1 by √3 all divided by 1 ന്റെ ചോടെ 1 ഉണ്ടാവും, 1 into √3 ന്യൂമറേറ്ററിലുള്ള 1ഉം ഡിനോമിനേറ്ററിലുള്ള 3ഉം. അപ്പോൾ √3 മൈനസ് ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ടാവും, 1 into 1 divided by ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും, 1 into √3. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? ഇവിടെ ഉള്ള √3 ഈ √3 ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് √3 plus 1
ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. അപ്പൊ ഇതാണ് എന്ത് tan 75. tan 75 നമുക്ക് കിട്ടി. tan 75 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉടനെ കാണാം? cot 75 കാണാം. cot 75 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? cot 75 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നും ചെയ്യണ്ട, tan 75നെ തിരിച്ചിട്ടാ കിട്ടുന്നതാണ് cot 75. അപ്പൊ നേരെ ഡിനോമിനേറ്ററിലുള്ള ന്യൂമറേറ്ററിലേക്ക് വെക്കുക. √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിലുള്ള ഡിനോമിനേറ്ററിലേക്ക് √3 പ്ലസ് 1. അപ്പൊ എന്താണ്? cot 75 കിട്ടി. അപ്പൊ cot 75 കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പൊ tan 75 കിട്ടി, cot 75 കിട്ടി. ഇനി എന്താ തെളിയിക്കാൻ പറഞ്ഞത്? tan 75 പ്ലസ് cot 75 അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 4 എന്ന് കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തെളിയിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? tan 75 പ്ലസ് cot 75. 4 എന്ന് എഴുതി വെക്കരുത്, 4 എന്ന് തെളിയിക്കാൻ വേണ്ടി. അപ്പൊ tan 75 എത്രയാണ്? √3 പ്ലസ് 1 √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. അതാണ് tan 75 പ്ലസ് cot 75 എത്രയാണ്? √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1. അതാണ് cot 75. ഓക്കെ. അപ്പൊ ഇതിലൊക്കെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞാണ് 2 ടേംസ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുക്കണം. ബ്രാക്കറ്റ് കൊടുക്കും. ഓക്കെ. ക്രോസ് മൾട്ടിപ്ലയർ നമ്മൾ 3/2 പ്ലസ് 5/3 ആണ് എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലയർ അതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലയർ എന്താ വരിക? √3 പ്ലസ് 1 ഇൻറ്റു എന്താ വരിക? √3 പ്ലസ് 1. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ വരിക? √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് 2 മൾട്ടിപ്ലൈ ആണ്. അപ്പൊ √3 മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1. ഓക്കെ. അപ്പൊ ഇതെന്തായി? x ഇൻറ്റു x എന്നാണ് നമ്മൾ എന്താ എഴുതുക? x സ്ക്വയർ എഴുതും. അതുപോലെ √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 എന്തായിരിക്കും? √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 എന്തായിരിക്കും? √3 മൈനസ് 1 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് ഏത് ഫോർമുല? a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എയുടെ സ്ഥാനത്ത് √3 ആണ്. അപ്പൊ √3 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനത്ത് 1 ആണ്, 1 സ്ക്വയർ. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു ഇനി ന്യൂമറേറ്ററിൽ ഏത് ഫോർമുല? a പ്ലസ് ബി ഹോൾ സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് √3 ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. എന്താണ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്നാണ്. അപ്പൊ എന്തായി മാറും? √3 a സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു 1. a എന്ന് പറഞ്ഞാൽ √3 ആണ്, b എന്ന് പറഞ്ഞാൽ 1 ആണ് പ്ലസ് b സ്ക്വയർ. b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഓക്കെ. പ്ലസ് ഇനി a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നാണ്. ഇപ്പൊ എയുടെ സ്ഥാനത്ത് √3 ആണ്. അപ്പൊ √3 സ്ക്വയർ മൈനസ് 2ab എന്ന് വരിക. അപ്പൊ 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ അതായത് പ്ലസ് 1 സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് 1 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ. റൂട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഉള്ളിലുള്ള നമ്പർ ആണ് കിട്ടുക. നമ്മൾ പഠിച്ചാണ് √x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ √3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ദാറ്റ്സ് ഈക്വൽ ടു അഗൈൻ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 2 ഇൻറ്റു √3 2√3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2√3 തന്നെ 2√3 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് അഗൈൻ √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ഇൻറ്റു √3 2√3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2√3 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഓൾ ഡിവൈഡഡ് ബൈ 2. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ ഒക്കെ അല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്ലസ് 2√3 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2√3 ഉണ്ട്. അത് ക്യാൻസൽ ചെയ്തു. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. ബാക്കിയുള്ള ആഡ് ചെയ്യാം. 3ഉം 1ഉം 4 പ്ലസ് 3 7 പ്ലസ് 1 8. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലെ 8 കിട്ടി. 8/2 8/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ നമുക്ക് എന്താ കിട്ടി? tan 75 പ്ലസ്
കോട്ട് 75ന്റെ വാല്യൂ 4 എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഫോർമുലകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം tan a പ്ലസ് ബിന്റെ ഫോർമുല അറിയണം, പിന്നെ ടേബിൾ വാല്യൂ അറിയണം. അതിനുശേഷം നമുക്ക് tan 75ഉം കോട്ട് 75ഉം ആഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ tan 75നെ തിരിച്ചിട്ടാലാണ് കോട്ട് 75 കിട്ടുക എന്ന് അറിയണം. അത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല അറിയുന്നുണ്ട്. അതുപോലെ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല അറിയണം. അതുപോലെ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുല അറിയണം. അപ്പൊ ഇത്രയും ഫോർമുലകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായി എഴുതി പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.